ശരി പള്ളർച്ച നിന്നിട്ട് ഇങ്ങനെ വയറും ചെയ്തിക്കല്ലേ പള്ളർച്ച പോയിച്ചിട്ട് ഇന്നലെ രാത്രി ഒരു കുബൂസ് ഉണക്ക കുബൂസ് കിട്ടിയ ആവശ്യമില്ലാത്ത എന്തൊക്കെ പറഞ്ഞിട്ട് എന്റെ വാക്ക് കേട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഞാൻ അത്യാവശ്യം ലോട്ടറി വിറ്റ് കിടക്കുന്ന അവിടെ പട്ടി കിടത്തത് ശരിയാണ്. ഞാൻ പോവാണ്, ഞാൻ അടുത്തത് ഇത് വണ്ടി വരെ പോവാണ്. നല്ല പണി ഉണ്ടല്ലോ അവിടെ. ആ കാറ്ററിങ്ങിന്റെ പണി, ദിവസം നല്ല ഭക്ഷണം. ഇവിടെ പട്ടിയൊന്ന് ചാവണ്ടെന്ന് ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ. എങ്ങനെ കള്ളവണ്ടിയായിട്ട് ഞാൻ പോകും. കള്ളവണ്ടിയോ? ഇവിടുന്നോ? ഇവിടെ റെയിൽവേ സ്റ്റേഷനില് കള്ളവണ്ടി. ആ പാസ്പോർട്ട് ആണെങ്കിൽ ആ ചങ്ങായില്ല, ആ മുടി കിട്ടിയ എന്താണ് പേര്, ആ ബംഗാളി ഓനായില്ല. ആ ബ്രോക്കർ കുഞ്ഞാപ്പൂ. അതെ ഒരുപാട് കേട്ടെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ട ഭയങ്കര സംഭവം. ഞങ്ങള് ഇവൻ 1.5 ലക്ഷം ശമ്പളം വാങ്ങിത്തരാം. ഞാനോ? കാരണം ഞാൻ അത്യാവശ്യം ലോട്ടറി വിറ്റെടുക്കുന്ന ആളാണ്. ഞാൻ എനിക്ക് 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിത്തരാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നത് 1.5 ലക്ഷം പറഞ്ഞ മൂടി ഇട്ട് ചങ്കായിട്ടില്ല അന്ന് നമ്മളെ കൊടുന്നേ. ഓൻ പറഞ്ഞു 1.5 ലക്ഷം ശമ്പളം ഉണ്ട് ഇവിടെ ഓഫീസിലാന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നേ. പ്രശ്നം എന്താ? വിശന്നിട്ട് വയ്യാന വർഷം നിങ്ങൾ ടെൻഷൻ അടിക്കണം. നിങ്ങൾ പോരെ, നമ്മുടെ കൂടെ പോരെ. അതൊന്നും വിഷയമല്ല. ഒരു 10 ഇന്നലെ ഉണക്ക കുബൂസാണ്. ആ തിന്നെ പല വിശപ്പും മാറുമോ? നമ്മൾ 10 പൊറോട്ട തിന്ന ദിവസത്തിൽ അത് ഒരു അതായത് ഈ വക കേസിനൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണമെങ്കിൽ നമ്മുടെ കൂടെ പോരെ. നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കി എല്ലാ ഭക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ തയ്യാറാണ്. അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോരി, നമ്മുടെ കൂടെ പോരി. ഉണക്കമീൻ എന്തെങ്കിലും ടെൻഷൻ അടിക്കണേ, എല്ലാ സാധനം നമ്മുടെ അടുത്ത് റെഡിയാണ്. നമ്മുടെ കൂടെ വന്നാൽ മതി. നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട ആ കാര്യത്തിൽ. ആ കാര്യത്തിൽ ഒരു ടെൻഷൻ അടിക്കണ്ട, പോന്നാൽ മതി. നിങ്ങൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. അറിയില്ലല്ലോ, ഇപ്പൊ തന്നെ പോരി. നാളെ ഉച്ചക്കല്ല എന്ന് തന്നെ പോരി. ഇപ്പൊ തന്നെ നമ്മുടെ കൂടെ പോരി. പാർസൽ അവിടെ വീട്ടില്, നമ്മുടെ വീട്ടിലൊന്നും കഴിച്ചോളി. പിന്നെ പാർസൽ നിങ്ങൾക്ക് 3 വർഷം കിട്ടും. 3-4 നിങ്ങളുടെ പോരി. എന്നെ കാട്ടി വലുത് നിങ്ങളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ്. നിങ്ങൾ പോരി നമ്മുടെ കൂടെ. തൊട്ടടുത്ത് തന്നെ പോരി. നാലാണ് പ്രശ്നം. എന്താണെന്നറിയോ, നമ്മൾ തൽക്കാലത്തേക്ക് 2 ആൾ തിന്നിട്ട് 2 ആൾ മാറ്റിക്കും. ആ സാർ ഒരാൾക്ക് തിന്നെ, നാളെ തിന്നെ. പാർസൽ മേടിച്ചാൽ അവിടെ തിന്നണ്ട. അതുപോലെ നിർബന്ധിച്ചാൽ മാത്രം കുറച്ചാൾ തിന്നെ, ബാക്കി കൊണ്ടുവരണം. നമുക്ക് എല്ലാ നേരം 4 ആൾക്ക് 4 ആൾക്ക് എൻ്റെ ഇപ്പം 4 ആൾക്ക് വരെ മനസ്സിലല്ലോ. നമ്മളിപ്പോൾ പരമാവധി മുതലാക്കണം. നടക്കില്ല പറഞ്ഞിട്ടോ. മനസ്സിലുണ്ടോ? എന്താ വേണ്ടത്? എല്ലാം ഉണ്ടല്ലോ, എല്ലാ കഴിച്ചോളേ. കുറച്ച് മതി. പാർസല് 2 ആള് റൂമിലായി റെഡിയാക്കാം. നിങ്ങൾ ആദ്യം കഴിക്കും. അപ്പൊ പോകുമ്പോഴല്ലേ നമുക്ക് റെഡിയാക്കാം. കഴിച്ചോളാം. കുഴപ്പമില്ല. ഒക്കെ റെഡിയാക്കാം. നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ കഴിക്കാതെ പോകുമ്പോ ഒക്കെ റെഡിയാക്കി തരാം. അടിപൊളി സൂപ്പർ ഫുഡ് കിട്ടാം. അതെ, എന്തായാലും നാളെ വരണം കേട്ടോ. നാളെ വരണങ്ങളെ. വെരി ഗുഡ്. നാളെ എന്തായാലും നിങ്ങൾ നേരത്തെ വരണം. ആയിക്കോട്ടെ. എന്തൊരു പൊട്ടന്മാരാ. പൊട്ടന്മാരം അല്ല, പ്രശ്നമാണ് ഇത്. 4 ആൾക്ക്
നമ്മൾ ഇത്രയൊക്കെ രണ്ടാളുള്ളൂ. നമ്മൾ 2 ദിവസം തിന്ന് മടുക്കും. വെച്ചാൽ വന്നാ നമുക്ക് നേരെ പോയി ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി അത് രാവിലെ ഞാൻ ഇനി ബ്ലഡ് ഇന്ത്യയിലേക്ക് കേട്ടോ. എന്നോട് ഞാൻ ഒരു ക്ഷമ വയ്ക്കണം. അതിന് ഞാൻ വിചാരിച്ച് ഇന്ന് അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് പറ്റിക്കും ഇത് വിചാരിച്ചു. പക്ഷെ നാട്ടിൽ സുഖമാട്ടോ. നാട്ടിൽ ഒരു ഇത്ര ഭക്ഷണം കിട്ടണമെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്. അവിടെ ഒരു കഞ്ഞി പയറൊക്കെ ഉള്ളൂ. ഇവിടെ വേറെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ മലയാളികളിൽ നമ്മൾ ഭയങ്കര സ്നേഹമാണ്. അവർ ഇവിടെ ഫാമിലി നമ്മളെ വീട്ടിൽ കൊണ്ടുപോകും. നമുക്ക് ഇഷ്ടംപോലെ ഭക്ഷണം തരും. നമുക്ക് പണി ഉണ്ടോ പണി കിട്ടുന്നതിരേ അവരെ ചെലവ് തരും. പക്ഷെ നല്ലൊരു മനുഷ്യനല്ലേ. വിശന്നിരിക്കുമ്പോൾ വന്ന് നമുക്ക് ഭക്ഷണം കൊണ്ടു തരിക, പാഴ്സൽ തരിക, ഇനിയും വരണം എന്ന് പറയാ. ഇനിയിപ്പോ നാളെ നമ്മളെ ഫുഡൊക്കെ ഫ്ലാറ്റിലായിരിക്കും തോറല്ലേ. ഫ്ലാറ്റിലേക്ക് എത്തിക്കില്ല. നമുക്ക് കമ്പനി ഫുഡ് ആയിരിക്കും. കമ്പനി ഫുഡ് വേണം. നമുക്ക് ഈ തീം മതി. ഇത് മതിയോ? നമുക്ക് കറക്റ്റ് സമയത്ത് പോയി കഴിച്ചാൽ നമുക്ക് കറക്റ്റ് സമയത്ത് 4 മേടിച്ച് നമുക്ക് 2 ആൾക്കുള്ള ദിവസം നമുക്ക് 4 മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം എക്സ്ട്രാ പോകും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. മറ്റാടുന്ന് എന്ത് ചെയ്യാം? മുടിയാനിരുന്ന പൈസ വാങ്ങാം. അത് പറ്റും. അത് ദീർഘത്തിന്റെ അതിൽ പൈസ വാങ്ങി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മൾ ഇന്ത്യൻ മണിക്ക് മാറ്റിയിട്ട് കൊണ്ടാൻ പറ്റും. ഒരു വരുമാനം സൈഡ് ബിസിനസ് ആയല്ല. അയാൾ പൊട്ടണ തടി മാത്രമേ ഉള്ളൂ. മുടി വരും പൊട്ടണ പൊട്ടെന്ന് പറയണോ? ഞാൻ കിട്ടിയാണോ പാളൊക്കെ ഇടിക്കോ? നല്ല എന്താ മണം നോക്ക്. മീനാണ്. മീൻ പൊരിച്ച പപ്പടം നല്ല താല്പര്യം. അവരൊക്കെ നല്ല സ്വഭാവം, ഭയങ്കര സ്നേഹമുള്ള ഒരു ടീമാണ്. അപ്പൊ എന്താണ് അഡ്രസ്സാ? അവിടുത്തെ വീട്ടിലെ അഡ്രസ്സാ? മലയാളത്തിലാണല്ലോ. സദ്യ 10 സന്ധ്യ പേരാക്കി സദ്യ 10 ഫിഷ് ഊണ് സദ്യ 10 40 ദിർഹംസ് 1000 പുറത്ത് വന്നു. എന്താ ചെയ്യാ? ഇതിലും നല്ല മുടിയന്റെ കുബൂസും ധൈര്യം.